നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂയിലേക്ക് അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അടിപൊളി എപ്പിസോഡ് ആയിരുന്നു ഇന്ന്. വൺ ഓഫ് ദ ബെസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് ഇൻ സീസൺ 7 അല്ലേ? കിടിലൻ എപ്പിസോഡ് ആയിരുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത എപ്പിസോഡ് ആയിരുന്നു. ഈ പറയുന്ന ഷാനവാസ് 2.0 ഷാനവാസ് തിരിച്ചു വന്നതിന് ശേഷം ആളാകെ മാറിയിരിക്കുന്നു. അനുമോൾ ഇന്ന് വാ തുറന്ന് കൃത്യമായിട്ട് കിടിലമായിട്ട് സംസാരിച്ചിരിക്കുന്നു. വാ അടപ്പിച്ചിരിക്കുന്നു. കുരുതി ടീം, അയ്യോ എന്റെ പപ്പുമോനെ, കഷ്ടം കഷ്ടം കഷ്ടം. പപ്പുമോനെ എങ്ങനെ നിങ്ങൾ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഇതിനെല്ലാം കുറിച്ച് സംസാരിക്കണം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. എന്റെ ഉടപ്പുറന്നുള്ള ഏതോ വീഡിയോ മുക്കി ഓടി എന്നൊരു ഒരു കരക്കമ്പ് കേൾക്കുന്നു. എന്തോ പണി എവിടെ കൂടിയോ സൈഡിൽ കൂടിയൊക്കെ വന്നു എന്നൊരു കരക്കമ്പ് കേൾക്കുന്നു. എങ്ങനെയാണ് ആ പണി വന്നത് എന്നൊക്കെ എനിക്കറിയാം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ പറയുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോവാം. സത്യം പറയാലോ, ഇന്ന് കൈയടിക്കാൻ തോന്നിയ എപ്പിസോഡായിരുന്നു. ഇന്ന് സൂപ്പർ ആയിരുന്നു. ആര്യൻ കഥോരിയ അങ്ങനെ പുറത്തായിരിക്കുന്നു. അതായത് യു വെൽ പ്ലേഡ് മാൻ അങ്ങനെ എന്തോ പറഞ്ഞത് ലാലേട്ടൻ. അത്രയ്ക്ക് ലാലേട്ടൻ ഭയങ്കര ചിരിച്ച് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് പറഞ്ഞു വിട്ട ഒരു കണ്ടസ്റ്റൻസ്. നിങ്ങൾ സൂപ്പറായിട്ട് കളിച്ചു എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കളിച്ചില്ല, സൂപ്പറായിട്ട് കളിച്ചു എന്നുള്ളതാണ്. ആര്യന്റെ പ്രശ്നം മറ്റുമല്ല, കുറച്ച് കുൽസിത തൽപരനായിരുന്നു. പുതപ്പിനടിയിൽ കുറച്ച് താല്പര്യം കൂടുതലുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നെഗറ്റീവ് നല്ല രീതിയിലായത്. ഇതിനു മുമ്പേ ജിസയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അത് പുറത്തു പോകാനുള്ളതായിരുന്നു. പിന്നെ ഭാഗ്യം കൊണ്ടും ജിസയിൽ തക്ക സമയത്ത് പോയത് കൊണ്ടും ഈ പറയുന്ന നമ്മുടെ ടാസ്കിലൊക്കെ മായാമോഹിനിയൊക്കെ ടാസ്കിലൊക്കെ ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടും എന്ത് ചെയ്തു, കിടിലമായ ഇതുവരെ സർവൈവ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഈ പറയുന്ന ആര്യൻ ആദ്യമേ ജിസയിലുമായിട്ടുള്ള കൂട്ടുകെട്ടില്ലാതെ ആദ്യമേ നിന്ന് കളിച്ചിരുന്നെങ്കിൽ സൂപ്പറായിട്ട് ടോപ്പ് 5 ഉറപ്പായിട്ടും ഉണ്ടാകേണ്ട ഒരു മത്സരാർത്ഥിയാണ്. അതായത് ആര്യൻ എന്ന് പറയുന്ന വ്യക്തി ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വന്നു കഴിഞ്ഞു. അതായത് ഈ പറയുന്ന കുരുതി കൂട്ടത്തിന്റെ ഇടയിലേക്ക്, അവന്റെ കൂട്ടമെല്ലാം അവന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള കൂട്ടാണത്. അപ്പം കുരുതി കൂട്ടങ്ങളുടെ ഇടയിലേക്ക് ചെന്നകപ്പെട്ടതും ആര്യൻ ഒരു തിരിച്ചടിയായി. ഈ പറയുന്ന ഒരു റെസ്പെക്ട് ഇല്ലാതെ ആരെ അനുമോളുടെ അമ്മയെ വരെ, അത് വളരെ മോശമായിട്ടുണ്ട്. എന്റെ അമ്മയുടെ കൂടെ അല്ലല്ലോ ഞാൻ കിടന്നത്, അങ്ങനെ എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞത്. അതുപോലുള്ള വളരെ മോശമായ പദപ്രയോഗങ്ങൾ പെൺകുട്ടികളെടുത്ത്, സ്പെഷ്യലി ഡബിൾ മീനിങ്. ഈ പറയുന്ന സീസൺ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഓരോ സമയത്തും അവസാനമായിട്ട് ആതിരയുടെ വയറിൽ നോക്കിയിട്ട്, ആതിരയുടെ നേവിൽ നോക്കിയിട്ട് എനിക്ക് ഉമ്മ വെക്കണം, ഉമ്മയുടെ ആംഗ്യം കാണിക്കുക, പാലുണ്ടോ, നിന്റെ പാല് തരുമോ എന്ന് ചോദിക്കുക. അങ്ങനെയുള്ള വളരെ വൃത്തികെട്ട ലൈംഗിക ചുവയോടുകൂടിയുള്ള ഡബിൾ മീനിങ് പറഞ്ഞ, അത് നമ്മൾ നോക്കി ഇത്രയും സീസണുകളിൽ ഏറ്റവും കൂടുതൽ ഇതുപോലെ പെണ്ണുങ്ങളെടുത്ത അസഭ്യവാക്കുകൾ പറഞ്ഞ ഒരു മത്സരാർത്ഥി മറ്റേ പപ്പുമോന്റെ പിആറുകളൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല. നമുക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞൊരു മത്സരാർത്ഥി കൂടെ. അതിന്റെ കൂടെ പോസിറ്റീവും കൂടി പറയണം. ടാസ്കുകളിൽ അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ഈ പറയുന്ന ആര്യൻ. പ്രത്യേകിച്ച് ഫിസിക്കൽ ടാസ്കുകളിൽ ഇപ്പോൾ നടന്ന നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലയിൽ ഈ പറയുന്ന ആര്യനെ മലർത്തിയടിച്ചത് അത് മറ്റൊരു പെൺപുലിയായിരുന്നു. നൂറ എന്ന പെൺപുലിയുടെ മുന്നിൽ മാത്രമാണ് ആര്യൻ അടിയറവ് പറഞ്ഞത്. ബാക്കിയുള്ള ഫിസിക്കൽ ടാസ്കും എനിക്ക് എങ്ങനെയും ജയിക്കണം എന്നുള്ള അവന്റെ ആ ഒരു വയസ്സും അവന്റെ ഫിസിക്കൽ സ്ട്രെങ്തും എല്ലാം അത് നല്ല രീതിയിൽ അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നല്ലൊരു ഘടകമാണ്. അതുപോലെ മറ്റൊരു കാര്യം എടുത്തു പറയുന്ന, ടാസ്കുകളിലുടനീളം എവിടെയും ചെറിയൊരു കള്ളത്തരം കാണിക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന ആര്യനെ നമ്മൾ കണ്ടിട്ടുണ്ട്. എപ്പോഴും തെറ്റിന്റെ പക്ഷം നിൽക്കുന്ന ആര്യനെ കണ്ടിട്ടുണ്ട്. പല തെറ്റുകൾ ചെയ്തതിനും അതിനുശേഷം അവരുമായിട്ട് സോൾവ് ചെയ്യാൻ കള്ളം പറഞ്ഞെങ്കിലും ഒരു സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് വെറുക്കപ്പെട്ടത്, ഏറ്റവും കൂടുതൽ വെറുത്തത് അനുമോളിനൊരു കൈ പോലും കൊടുക്കാതെ, ഒരു ഷേക്ക് ഹാൻഡ് പോലും കൊടുക്കാതെ നീ ഇറങ്ങിപ്പോയപ്പോ എന്തുമാത്രം ദുഷ്ടത്തനം, എന്തുമാത്രം വൈരാഗ്യം നിനക്ക് ഈ പറയുന്ന അനുമോളോടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്, അല്ലെ? ഇത്രയും വൈരാഗ്യമൊന്നും പാടില്ല ആര്യനെ. നീ ചെയ്ത് വളരെ ചെറ്റത്തരം എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് നിന്റെ സ്വഭാവമാണ്, മനസ്സിലായി? നിന്റെ സ്വഭാവമാണ്. അവിടെ ഇല്ല അതായത് അസൂയയാണ് അവിടെ നിന്ന് ഇറങ്ങുന്ന. അതായത് അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അനുമോൾസിന് അതിന് ഓപ്പോസിറ്റ് ആയിട്ട്, എഗെയിൻസ്റ്റ് ആയിട്ട് അനുമോൾക്ക് എതിരെ വാളെടുത്ത് വെട്ടിയ ഓരോരുത്തരായിട്ട് അരിഞ്ഞരിഞ്ഞ് വീഴുന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന കുരുതി കൂട്ടങ്ങളിൽ നിന്ന് ഓരോരുത്തരായിട്ട് പൊക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി അവരുടെ കുരുതി കൂട്ടങ്ങളിൽ 2 പേരേ ഉള്ളൂ, ലീഡറായ അക്ബറും പിന്നെ ഈ പറയുന്ന വൈറൻ നെവിനും. ഈ 2 പേര് മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ. നെവിന് ഇന്ന് കൊടുത്ത ഏറ്റവും വലിയൊരു പണി എന്ന് നമ്മൾ പറയുന്നു മറ്റൊന്നുമല്ല, ഈ പറയുന്ന പണപ്പെട്ടി വരുന്നുണ്ട്. പണപ്പെട്ടി എടുക്കാൻ പാടില്ല.
അപ്പോൾ ഏറ്റവും വലിയ സർപ്രൈസ് ലാലേട്ടൻ തന്നത് ഇന്ന് പണപ്പെട്ടി, അടുത്ത ആഴ്ച പണപ്പെട്ടി വരാൻ പോകുന്നു. പണപ്പെട്ടി ആരെടുക്കും എന്നുള്ളതിന് ഇവിടെ ഞാൻ മറ്റൊരു കാര്യം പറയാം. അനുമോളിന് പണപ്പെട്ടി എടുക്കാൻ ചെറിയൊരു ആഗ്രഹം ഉള്ളതുപോലെ നമ്മൾ അവിടെ സംസാരത്തിൽ നിന്ന് കേൾക്കാം. കാരണം ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉള്ളത് അനുമോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇനി അബദ്ധവശാൽ പോയി ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് അനുമോൾ പോകുകയാണെങ്കിൽ മറ്റൊരു ചരിത്രം കുറിക്കപ്പെടും. ഇവിടെ ആർക്കും പോയി പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ആദിലയാണ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ പണപ്പെട്ടി എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനീഷ ആയിക്കോട്ടെ, ഈ പറയുന്ന സാബുമോൻ ആയിക്കോട്ടെ, സാബുമാൻ ആയിക്കോട്ടെ, ഇവര് രണ്ടുപേരും ഒരു കാരണവശാലും അത് എടുക്കില്ല എന്ന് നമുക്ക് തോന്നുന്നു. പിന്നെ അക്ബറിന്റെ കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അക്ബറിന് ഇന്ന് ഒരുപാട് തകിടം പറഞ്ഞ അല്ലെങ്കിൽ എല്ലാം എഗെയിൻസ്റ്റ് ആയ ഒരു ദിവസം. അതായത് അക്ബറിന്റെ മുഖം നിങ്ങൾ കാണാം. പ്രത്യേകിച്ച് അക്ബറിനെതിരെ എന്തെങ്കിലും പറയുമ്പോൾ ഓഡിയൻസിൽ നിന്നുള്ള കയ്യടി കേൾക്കുമ്പോൾ അക്ബറിന്റെ മുഖം നല്ല രീതിയിൽ മാറുന്നുണ്ട്. എനിക്ക് പുറത്ത് നെഗറ്റീവാണ് എന്നൊരു ഏകദേശ ധാരണ ഈ പറയുന്ന അക്ബർ, ഈ കുരുതിക്കൂട്ടത്തിന്റെ നേതാവായ അക്ബറിന് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇന്ന് എപ്പിസോഡിൽ ഒരിക്കൽ കൂടി എടുത്ത് കണ്ടാൽ മനസ്സിലാവും. ഈ പറയുന്ന അക്ബറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഓരോരുത്തർ പറയുമ്പോൾ അക്ബറിനുണ്ടായ ആ ഒരു പറയുമ്പോൾ ഈ പറയുന്ന ഓഡിയൻസിന്റെ കയ്യടി കേൾക്കുമ്പോൾ ആ അക്ബറിനുണ്ടായ ആ ഒരു മാറ്റം, അക്ബർ നല്ല രീതിയിൽ, അക്ബറിന് ഇന്ന് ഒരു തരത്തിൽ പോലും ഇവിടെ അനുമോൾ സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ, പ്രത്യേകിച്ച് അനുമോളുടെ കേസ് പറയാം, അനുമോൾ ഇന്ന് വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് സ്ഫുടതയോടുകൂടി കാര്യങ്ങൾ ഓരോ പോയിന്റ് ആയിട്ട് എടുത്തു പറഞ്ഞ് ഈ പറയുന്ന അക്ബറിന്റെ അടക്കമുള്ള വായടക്കാൻ അവനിന്ന് കഴിഞ്ഞു. എന്തുകൊണ്ട് ഞാൻ ഒരേ ഒരു ആൻസറേ ഞാൻ കാണുന്നുള്ളൂ. അതായത് ഈ ആഴ്ച അനുമോളെ വരട്ടിയില്ല, അനാവശ്യ കാര്യങ്ങളിൽ പിടിച്ച് അവളെ എന്തെങ്കിലും ഏറി കേട്ടില്ല. അങ്ങനെ ഒരാഴ്ച ഏറിൽ കേട്ടായിരുന്നപ്പോൾ സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ പറയാൻ അറിഞ്ഞുകൂടാ അല്ലേ, അത് കൺവേ ചെയ്യാൻ ഇവൾക്ക് പാടാണ്. അതുകൊണ്ടാണ് എല്ലാ പണികളും വരുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരുത്തി പറയേണ്ടതായിട്ട് വരുന്നു. കാരണം അവളെ വരട്ടാതിരുന്നപ്പോൾ അവളെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, ഇന്ന് ഈ കുക്കിങ്ങിന്റെ കുറെ പാത്രങ്ങൾ കിടപ്പുണ്ട്. ലാലേട്ടൻ പറഞ്ഞു പോയി നോക്ക് എന്ന് പറയുമ്പോൾ ഇവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രം ചോറ് എടുത്തുകൊണ്ടുവന്ന് ലാലേട്ടന്റെ ഫ്രണ്ടിൽ കൊണ്ട് കാണിച്ചിട്ട് കണ്ടോ, ഇതാണ് ഇവരുടെ പണി. ഇവര് അനാവശ്യമായിട്ട് ഫുഡ് കിട്ടുന്നു എന്നറിഞ്ഞുകൊണ്ട് അനാവശ്യമായി ഫുഡ് വേസ്റ്റ് ചെയ്യുകയാണ്. അവസാനം ഇത് വേസ്റ്റ് ചെയ്ത് തീർന്നതിന് ശേഷം നമ്മൾ 2 അടുക്കള ആയതുകൊണ്ടാണ് അത് തീർന്നത് എന്ന കുറ്റം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നും ഓരോ കുറ്റങ്ങളായിട്ട് ഓരോ പോയിന്റുകളായിട്ട് വളരെ സ്പഷ്ടമായിട്ട് ഇന്ന് അനുമോൾ പറഞ്ഞു. കയ്യടി വരെ വാങ്ങി അനുമോൾ. ആ പറയുമ്പോൾ ഒക്കെ ഓഡിയൻസിന്റെ കയ്യടി നമുക്ക് കേൾക്കാമായിരുന്നു. അതൊന്ന്. രണ്ടാമത്തെ കേസ് നമുക്ക് തിരിച്ചു വന്ന ഷാനവാസിനെ കുറിച്ച് പറയണം. ഷാനവാസ് 2.0 എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുള്ളൂ. അത്രയ്ക്ക് കിടിലമായിട്ട് ഓരോ പോയിന്റുകളും എടുത്ത് അക്ബറിന്റെയൊക്കെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്ത മറുപടിയാണ് ഇന്ന് ഷാനവാസ് പറഞ്ഞിട്ടുള്ളത്. നെവിനെയും ഷാനവാസിനെയും കണക്കിന് നല്ല രീതിയിൽ ഒരു പോയിന്റ് പോലും വിട്ടുപോവാതെ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പോയിന്റ് പോലും വിട്ടുപോവാതെ എന്തുകൊണ്ടാണ് അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് ഈ അടി ഇത്രമേലെത്തിയത്, ഒരു ചെറിയ ഒരു പൊടിയുടെ പേരിൽ തുടങ്ങിയ അടിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ വരെ അഡ്മിറ്റ് ആവാൻ കാരണമായത് എന്നതടക്കം, ആര്യന്റെ ഡബിൾ മീനിങ് പറച്ചിലടക്കം ഇതെല്ലാം ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞ് ഷാനവാസിന്റെ മറ്റൊരു വെർഷനാണ് നമ്മൾ കണ്ടത്. ഷാനവാസ് 2.0 ഇല്ലേ, അത്രയ്ക്ക് കിടിലമാണ്. അതുമല്ല ഇന്ന് മറ്റൊരു സംഭവം കൂടി നടന്നു. മറ്റൊന്നുമല്ല, ഇവരൊക്കെ ആർക്കും ജയിലിൽ ഇവരെ കയറ്റാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. ജയിൽ നോമിനേഷൻ ഇന്ന് ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് നടന്നു. ജയിൽ നോമിനേഷനിൽ എല്ലാവരും ഈ പറയുന്ന കുരുതി കൂട്ടങ്ങളിൽ 3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും അക്ബറിനെയും ഈ പറയുന്ന ആരെയാണ് നമ്മുടെ നെവിനെയുമാണ് നോമിനേറ്റ് ചെയ്തത്. സ്വാഭാവികമാണ്. അതിൽ അനീഷ് ആയിക്കോട്ടെ, ഈ പറയുന്ന ആദില ആയിക്കോട്ടെ, ആദിലയൊക്കെ കിടിലമായി സംസാരിച്ചിരുന്നു. ആദില ആയിക്കോട്ടെ, നൂറ ആയിക്കോട്ടെ, അനുമോള്, എല്ലാവരും വളരെ കൃത്യമായിട്ട് ഇവരുടെ ഈ കുരുതിക്കൂട്ടങ്ങളുടെ എല്ലാ തെറ്റുകളും ഇന്ന് വളരെ സ്പഷ്ടമായിട്ട് അവർക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടും കഴിഞ്ഞു എന്നുള്ളത് ഈ ഒരു എപ്പിസോഡിന്റെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. ലാലേട്ടൻ അവിടെ ഇന്റർഫിയർ ചെയ്തില്ല. അതുപോലെ ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് കൂടി അനുമോള് സംസാരിക്കുമ്പോഴും മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവിടെ ഇന്റർഫിയർ ചെയ്ത് അക്ബറിന്റെ അഴിഞ്ഞാട്ടം, അക്ബറിന്റെ ഓവർ സ്വാതന്ത്ര്യം എടുക്കുന്ന സംഭവമൊക്കെ അവിടെ അനുമോള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന അവിടെയുള്ള വീട്ടുകാർ ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ നീ ഇരി അവിടെ, നീ അവൾക്കുള്ള സ്പേസ് കൂടു എന്ന് പറഞ്ഞില്ല. ഈ പറയുന്ന ലാലേട്ടനെ കൊണ്ട് മതി, അവര് പറയട്ടെ എന്ന് ലാലേട്ടനെ കൊണ്ട് അക്ബറിനോട് പറയിപ്പിക്കേണ്ട ലെവലിൽ ഈ പറയുന്ന വീട്ടുകാർ കൊണ്ടെത്തിച്ചു
എന്നുള്ളതും ഈ പറയുന്ന എപ്പിസോഡിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, അക്ബർ എപ്പോഴും ആര് പറഞ്ഞാലും അക്ബറിനെ എതിര് പറയാം. ലാലേട്ടനോട് ആര് സംസാരിച്ചുകൊണ്ടിരുന്ന അവിടെ അവന്റെ ഭാഗം ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് അവൻ എണീറ്റ് പറയുന്നു, അവൻ അവന്റെ പക്ഷം പറയുന്നു. അവിടെയൊന്നും ഒരു തടയിടാത്ത ലാലേട്ടൻ നമുക്ക് കാണാൻ ഇന്നും സാധിച്ചു. ഇന്ന് വേണ്ട അവൻ പറയട്ടെ എന്ന് പറയേണ്ടതായിട്ട് വന്നത് ഈ പറയുന്ന ഷാനവാസ് അടക്കമുള്ള മറ്റ് കോ കണ്ടസ്റ്റൻസിന്റെ ഇടപെടലാണ് എന്നുകൂടി പറയേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോ ഇന്ന് എന്തുകൊണ്ടും വളരെ സൂപ്പർ ഒന്നാന്തരം എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പറയുന്ന ആര്യൻ കഥോരിയ താൻ ടോപ്പ് 5 കാണുക, ചിലപ്പോൾ ജയിക്കുമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ആര്യൻ കഥോരിയ നമ്മുടെ സ്വന്തം പപ്പുമോന്റെ വിടവാങ്ങലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആ ഹൗസ് മേറ്റ്സിനെ ഞെട്ടിച്ചിരിക്കുന്നത്. അതിനുശേഷം എല്ലാവരെയും കൈകൊടുക്കുകയും ആശ്ലേഷിക്കുകയും ഹഗ് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ പാവം അനുമോളെടുത്ത് പോലും ഒരു നോക്കുകൊണ്ട് പോലും അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. ഒരു ഷേക്ക് ഹാൻഡ് പോലും കൊടുക്കാതെ പിരിഞ്ഞുപോയി. അതിനുശേഷം അക്ബറിന്റെ കരച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ വലുതായിട്ടൊന്നും കാണണ്ട. എല്ലാം ഇനിയിപ്പം അവരെ കൂടെ പോകുമ്പോൾ എല്ലാവരും കരയും, മറ്റൊന്നും എല്ലാവരും അങ്ങനെ കരയും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള പത്രപ്പാടുകളാണ് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു വീക്കെൻഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് നല്ല രീതിയിൽ വളരെ സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വീക്കായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ കുരുതി കൂട്ടങ്ങളുടെ പ്രശ്നം അവരാണ് കുറ്റക്കാർ എന്ന് പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റിയ ഓരോരുത്തരും അവരുടെ പൂർവാധികം ശക്തിയോടുകൂടി ഓരോ പോയിന്റുകളും എടുത്തു പറഞ്ഞ ലാലേട്ടന് മുന്നിൽ ലാലേട്ടനെ കൊണ്ട് തന്നെ ഇവർ വളരെ മോശപ്പെട്ട ക്യാപ്റ്റൻസി ആയിരുന്നു, ഒരു വളരെ മോശപ്പെട്ട ക്യാപ്റ്റന്മാരായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി അനുമോളൊക്കെ പഴയ കാര്യങ്ങൾ തൊട്ട് പറഞ്ഞു. ഓരോ കാര്യം എങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത് ഇവരൊക്കെ, അല്ലെങ്കിൽ പൊതുവെ നമ്മൾ കാണുന്നത് ഇവരൊക്കെ പറയുമ്പോൾ അതിനെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് അക്ബറിനുള്ളത്. അതിവിടെ പൊളിക്കപ്പെട്ടു, അതിവിടെ പൊളിച്ചടുക്കി ഈ മത്സരാർത്ഥികൾ എന്നും പറയേണ്ടതായിട്ട് വരുന്നു. അപ്പോ ഈ വീക്ക് വരുന്നത് ഈ പറയുന്ന പണപ്പെട്ടിയാണ്. പണപ്പെട്ടി വരുമ്പോൾ ആരെടുത്തുകൊണ്ട് പോകും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനുമാണ്. അതുമല്ല, എനിക്ക് തോന്നുന്നു ഈ ആഴ്ച എല്ലാവരും നോമിനേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുമല്ല, ഒരു മിഡ് വീക്ക് എവിഷൻ ഈ ഒരു ആഴ്ച നടക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു മിഡ് വീക്ക് എവിഷനിൽ അക്ബറോ ഈ പറയുന്ന നെവിനോ പോകാനുള്ള ചാൻസസും വളരെ വളരെ കൂടുതലാണ്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്യൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.